പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പോലും എങ്ങനെ ലെഫ്റ്റിൻ്റെ എഫേർട്സിനെയും അവരുടെ ഇൻ്റർവെൻഷനെയും ഇൻവിസിബിളൈസ് ചെയ്യാം എന്ന ബോധത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്കൽ മൂവിലാണ് നാട്ടിലെ മാധ്യമങ്ങൾ അവരുടെ ഓരോ പ്രോഗ്രാമും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് CJPയുടെ മാത്രം, അഥവാ അഭിജിത്ത് ദിപ്കയുടെ മാത്രം ഒരു സ്ട്രഗിളാണ്. അവിടെ SFIയോ ബാക്കി ഇടത് സംഘടനകളോ ചെയ്ത ഇൻ്റർവെൻഷനും അവർ പുട്ടിൻ ചെയ്ത എഫേർട്ടും അതൊന്നുമല്ല. അവർ ജസ്റ്റ് അവിടെ കാഴ്ചക്കാരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല മാധ്യമങ്ങളും പല തവണ അതൊരു സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ശ്രമങ്ങളെ ഒക്കെ മറികടക്കാൻ കൽപ്പിലായിരുന്നു ലെഫ്റ്റിൻ്റെ സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്തും. അത് നമുക്ക് ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിയാൽ ആ CJP പ്രൊട്ടസ്റ്റിനെ എങ്ങനെ ഏത് സമയത്ത് കറക്റ്റ് ചെയ്യണം, അതിൻ്റെ മുന്നോട്ടുള്ള വഴി നിർണ്ണയിക്കുന്നുള്ള കറക്റ്റായിട്ടുള്ള ദിശാബോധം കൊടുത്ത, പൊളിറ്റിക്കൽ ക്ലാരിറ്റി കൊടുത്ത ഇൻ്റർവെൻഷൻസ് ആയിരുന്നു ലെഫ്റ്റ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ജന്തർ മന്ദിറിൽ കൊടുത്തത്. ആ എല്ലാ സ്ട്രഗിളിനെയും നമ്മൾ അവിടെ നടത്തിക്കൊണ്ട് വരുന്ന ഓരോ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ്സിനെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെയും ഇൻവിസിബിളൈസ് ചെയ്തിട്ട് അഭിജിത്ത് ദിപ്കെ എവിടെന്നോ വന്നു, അയാൾ ഇവിടെ വിസ്മയങ്ങൾ കാട്ടുന്നു എന്ന രീതിയിലുള്ളൊരു നെറേറ്റീവാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് എത്രത്തോളം സാധിച്ചു എന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിനെ മറികടക്കാൻ കൽപ്പുള്ളൊരു സോഷ്യൽ മീഡിയ മെക്കാനിസം സ്റ്റുഡൻറ് മൂവ്മെൻറ്റ്സും സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റും അപ്ലൈക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം മാത്രം ഈ ഗോദി മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ മീഡിയ ആയിക്കോട്ടെ ഇവരുടെ പ്രൊപ്പഗാൻഡകൾ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റിയില്ല.